ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്തിട്ടാന്ന് മനസ്സിലായോ? പാലപ്പം. നല്ല സൂപ്പർ പാലപ്പമാണ് കേട്ടോ. മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ തളർന്ന് കിടക്കണം. എത്ര മടക്കിയാലും പൊട്ടില്ല. അതുപോലത്തെ പാലപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ ഇതുപോലെ നല്ല സൂപ്പർ പാലപ്പം ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിരുന്നു. വെജിൻ്റെ കൂടെ ആയാലും നോൺ വെജിൻ്റെ കൂടെ ആയാലും ഒക്കെ എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ പച്ചരി 2 കപ്പ് പച്ചരി എടുത്തിട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള പച്ചരി എടുത്തോളൂ, അപ്പോൾ കുറച്ചും കൂടെ നല്ലതാവുക. അത് കഴുകി വെള്ളം കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ നമുക്ക് ഇനി രാത്രിയാണ് ചെയ്തത് ഇട്ടത്. പിന്നെ രാവിലെ എണീറ്റിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്ത് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കുക. ചെറിയ ചൂട് മതി കേട്ടോ. നമ്മൾ കൈ മുക്കുമ്പോൾ ഒരു ചെറു ചൂട് തോന്നില്ല, അതുപോലെ അതായത് ചൂട് കൂടാൻ പാടില്ല. പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. വറുത്ത അരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി ആയാലും ഒന്നും കുഴപ്പമില്ല. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് വെള്ളം വേണം. അപ്പം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തത് സ്റ്റവിൽ വെച്ചിട്ടില്ല കേട്ടോ. അതിൽ മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് ഇതിൻ്റെ കട്ടിയൊക്കെ കളഞ്ഞ് മിക്സ് ചെയ്തിട്ട് വേണം പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യാൻ. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്ത് നമ്മൾ കുറുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്ത് ആദ്യം പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഉടനെ സിമ്മിൽ വയ്ക്കുക. ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ ആദ്യം തീ കൂട്ടി വയ്ക്കാം. ചൂട് കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ തുടക്കം തന്നെ സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ കട്ട പോലെ ആവുള്ളൂ, ശരിക്കും അങ്ങോട്ട് കുറുകി കിട്ടില്ല. അങ്ങനെ നമ്മുടെ അരിപ്പൊടി ഇത് കുറുക്കിയെടുത്തു. ഈ ഒരു പാകത്തിന് മതിയിട്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടയാവും. അങ്ങനെ ഇത് കുറുക്കി വെച്ചത് നമ്മൾ തണുക്കാൻ മാറ്റി വയ്ക്കണം. ഇത്ര പറ്റിയാൽ മതി കേട്ടോ. ഇത് കപ്പി കാച്ചിയതാണ്. അങ്ങനെ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. അപ്പോൾ ഇവിടെ കൊപ്രയാണ് നിറച്ചുള്ളത്, വെള്ളം വറ്റിയ നാളികേര. അതുകൊണ്ട് ഇതിൻ്റെ പാലെടുക്കുമ്പോൾ ഈ ബ്രൗൺ പോർഷൻ കളഞ്ഞിട്ട് വേണം പാലെടുക്കാൻ. അപ്പോൾ നാളികേരം ചെരുകിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രൗൺ കളറൊന്നും പെടാണ്ട് വൈറ്റ് കളർ മാത്രം വിട്ടിട്ട് ചെരുകിയെടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് ഈ പാലപ്പത്തിന് നല്ല കളർ ഉണ്ടാവുക. അപ്പോൾ ഇത് മൊത്തം നാളികേരമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഹാഫ് നമ്മൾ പാലെടുക്കാനെടുത്തു. പിന്നെ ഹാഫ് നാളികേരം നമുക്കിതിൽ അരച്ച് ചേർക്കാൻ വേണം. അപ്പോൾ ആ ബ്രൗൺ പോർഷനൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിട്ടിട്ടുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കളറൊക്കെ ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ എല്ലാതും നാളികേരം ഒക്കെ അങ്ങനെ കൊത്തി അരിഞ്ഞു വെച്ചു. അതിൽ നിന്ന് പകുതി നമ്മളെടുത്തിട്ട് നാളികേരപ്പാൽ, നമുക്ക് 1.5 കപ്പ് നാളികേരപ്പാൽ വേണം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുത്തു. അപ്പോൾ ഈ കൊപ്രയാണെങ്കിൽ അത് ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം പിന്നെ അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് പാലാക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ 1.5 കപ്പ് നാളികേരപ്പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് പാലപ്പല്ലേ, അപ്പോൾ പാലൊഴിച്ചിട്ടാണ് നമ്മൾ അരയ്ക്കുക, വെള്ളം ഒഴിച്ചിട്ടല്ല അരയ്ക്കുക. നാളികേരപ്പാലിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഈ പീര വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കും. അപ്പോൾ ആകെ നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ നാളികേരം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളികേരം ചെരുകിയിട്ടുള്ള നാളികേരമാണെങ്കിലും ഇത് തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് പാലെടുക്കാം. അങ്ങനെ 1.5 കപ്പ് നാളികേരപ്പാൽ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി അരി അരയ്ക്കാൻ പോവുക. അപ്പോൾ ആ വെള്ളം തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതല്ലേ, ആ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ജാറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഈ നാളികേരപ്പാൽ ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് 2 പ്രാവശ്യമായി, കാരണം 1/4 കപ്പ് വീതം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്.
നന്നായിട്ട് അരച്ച് കിട്ടണം കേട്ടോ. തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുത്തോളൂ അരി. പിന്നെ അടുത്ത ബാച്ച് അതേ ജാറിൽ തന്നെ ഇട്ട് വീണ്ടും ബാക്കിയുള്ള നാളികേരപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 1.5 കപ്പ് നാളികേരപ്പാൽ എടുത്തുട്ടാ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിപ്പമുള്ളൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചോളൂ, കാരണം ഇത് പൊന്തി വരും. അപ്പോൾ ചെറിയ പാത്രത്തിലാണെങ്കിൽ പൊന്തി പിന്നെ ഓവർഫ്ലോ ആവും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ മുമ്പേ തന്നെ നല്ല പാത്രത്തിൽ വലിപ്പമുള്ളതിൽ അരച്ച് എടുത്തു വയ്ക്കുക. ഇനി നമുക്ക് നാളികേരം അരയ്ക്കാൻ വേണം. അപ്പോൾ ഇവിടെ നാളികേരം ചെരുകിയതല്ല, ആ നാളികേരക്കൊത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു, കറക്കിയെടുത്തു. അങ്ങനെയാണ്. അപ്പോൾ ചെരുകിയതാണെങ്കിൽ 1 കപ്പ് നാളികേരം ചെരുകിയത് എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ആ കുറുക്കി വെച്ച അരിയില്ലേ, ആ അരിപ്പൊടി കുറുക്കിയത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് നാളികേരമാണ് വേണ്ടത് കേട്ടോ ചെരുകിയതാണെങ്കിൽ. പിന്നെ അതേ നമ്മൾ അവിടെ പൊന്താനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈസ്റ്റ്, അതേ നന്നായിട്ട് പൊന്തി വന്നു കേട്ടോ. പതഞ്ഞ് പൊന്തി വന്നു. അപ്പോൾ അതാദ്യം തന്നെ ഇട്ട് വെച്ചോളൂ, അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അതാണ് നമ്മൾ ഇതിലൊഴിച്ച് കൊടുക്കുന്നത്. ഈ നാളികേരവും പിന്നെ അരിപ്പൊടി കുറുക്കിയത് മിക്സിൽ ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അരച്ചെടുത്തു. അത് ചെറിയ തരി ഉണ്ടായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട. അങ്ങനെ അതും ഇതിലേക്ക് ചേർത്തു. പിന്നെ 1/4 കപ്പ് പഞ്ചസാര കേട്ടോ. ഇത് അധികം മധുരമൊന്നുമില്ല, പാകത്തിനുള്ള മധുരമുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇതേ സെയിം കൂട്ട് തന്നെ മിക്സ് തന്നെ ഉപയോഗിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ പഞ്ചസാര 1 കപ്പ് ചേർക്കണം. സെയിം കൂട്ട്, ഇതിലൊരു മാറ്റവും വരുത്തണ്ട. നമുക്ക് ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. മധുരം ഇത്തിരി കുറയുന്നുള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ആ പഞ്ചസാര അലിയണ വരെ ഇങ്ങനെ മിക്സ് ചെയ്തോളൂ കേട്ടോ. അലിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ലൂസാവും. അപ്പോൾ നമുക്ക് അത്ര മതി. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. അങ്ങനെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇത് പൊന്തണ വരെ നോക്കുക. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് പൊന്തി വരും. ഇതിപ്പോൾ രാവിലെ അരച്ച് വെച്ചതാണ്. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴേക്കും ഇങ്ങനെ പൊന്തി വന്നു. കാലത്തൊരു 7 മണിക്കൊക്കെ അരച്ച് വെച്ചതാണ്. 2 മണിയോട് കൂടി ഇതേ ഇത്ര ഇങ്ങനെ പൊന്തി വന്നു കേട്ടോ. നന്നായിട്ടുണ്ട്. ഈ ലൂസ് മതി. ഇനി ഇതിൽ വെള്ളം ഒന്നും ചേർക്കണ്ട. അങ്ങനെ നമ്മുടെ അപ്പച്ചട്ടി വെച്ച് അത് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാവുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും കുറച്ചും കൂടെ കുറച്ച് വയ്ക്കുക. സിമ്മിൽ വയ്ക്കരുത്, കുറച്ച് ചൂട് വേണം. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ തവി കോരി ഒഴിച്ചിട്ട് വട്ടം കറക്കി അപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അപ്പം ഉണ്ടാക്കി എടുക്കുക. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. 1 മിനിറ്റൊന്നും വേണ്ട കേട്ടോ ഇത് വെന്ത് കിട്ടാൻ. കൂടുതൽ നേരം ഇരുന്നാൽ ഇത് ഭയങ്കര ഡ്രൈ ആയി പോവും, ഹാർഡാവും ഇതിൻ്റെ സൈഡൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് കേട്ടോ. നല്ല വൈറ്റ് കളർ കണ്ട നല്ല പാലപ്പമായിരുന്നു. ഈ കൂട്ടുകൊണ്ട് പാലപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. നല്ല സ്വാദ, വെറുതെ തന്നെ ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല രസമായിരുന്നു. മാവ് പുളിക്കണ സമയം ഒരു 3-4 മണിക്കൂറൊക്കെ 3-4 മണിക്കൂർ കഴിഞ്ഞാൽ നോക്കിക്കോളൂ. നന്നായിട്ട് പൊന്തിയിട്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ കുറച്ച് ബ്രൗൺ കളറായി കുറച്ച് ക്രിസ്പി സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം. അങ്ങനെയും ഈ മാവ് കൊണ്ട് ചെയ്യാം. അതിന് കുറച്ചും കൂടെ മറ്റേത് ഇടണതിലും കുറച്ചും കൂടെ സമയം കൂടുതൽ നേരം വെച്ചാൽ മതി. 1 മിനിറ്റൊന്നും ഇങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോഴേക്കും ഇതായിട്ടുണ്ടാവും. ഇത് ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ചുറ്റും ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. മറ്റേത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ഫുള്ള് വൈറ്റ് കളറുള്ള അപ്പം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിനി ദോശപാത്രത്തിൽ ദോശത്തട്ടിൽ തവയിൽ വേണമെങ്കിൽ അതിലും ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇവിടെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയായി. ഇതിപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ.